മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സഹോദരൻ ജോബി ജോയി കൊട്ടാരക്കര. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാതത്തിലെ ധ്യാനചിന്തയ്ക്ക് ആസ്പദമായി രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു, ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം നടന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ഭൃത്യനായ ദൈവദാസനായ എലിയ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. നമുക്കറിയാവുന്നതുപോലെ ഇസബേലിൻ്റെ ആ വലിയ ഭീഷണിയുടെ മുൻപാകെ മാനസികമായി ശാരീരികമായി തളർന്ന് ഓടി മരുഭൂമിയിലേക്ക് ഭയപ്പെട്ട് ഭയത്തിലായിരിക്കുന്ന ഒരു ഏലിയാവിനെ നമുക്ക് ഈ അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. 3-ാം വാക്യത്തിൽ അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു ഏലിയാവിനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. മരിക്കുവാൻ ഇച്ഛിക്കുന്ന ദൈവത്തോട് മരിച്ചാൽ കൊള്ളാമെന്ന് പറയുന്ന എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവിനെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവജനമേ, ഞാനും നിങ്ങളും ഒരുപക്ഷെങ്കിൽ ഏലിയാവിൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആ വ്യത പോലെ നാം ഒരുപക്ഷെങ്കിൽ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ തളർന്ന് മുന്നോട്ട് പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ഒരുപക്ഷെങ്കിൽ ആശങ്കയുടെ നടുവിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം. എന്നാൽ നമ്മോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതൽ എലിയാവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ദൈവം എലിയാവിനെ കരുതിയ ദൈവം, എലിയാവിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ്. അതെ, അവൻ ക്ഷീണിതനായി പ്രയാസപ്പെട്ട് ഭാരപ്പെട്ട് മരണഭീതിയിൽ വേദനിച്ച് ഭാരത്തോടെ ഉറങ്ങിപ്പോയപ്പോൾ അവനെ ഇതാ തട്ടി ഉണർത്തുന്ന ഒരു ദൈവദൂതനെ നമുക്ക് അവിടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് 5-ാം വാക്യത്തിൽ നാം വായിക്കും, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞ് അവൻ ഉണർന്ന് നോക്കിയപ്പോൾ കനന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ചു, പിന്നെയും ഉറങ്ങിപ്പോയി എന്ന് വായിക്കുകയാണ്. ദൈവം അവന് വേണ്ടുന്നതായ ആഹാരം നൽകി. എന്നാൽ ആ ആഹാരം കഴിച്ചിട്ട് അവൻ വീണ്ടും ശാരീരികമായ മാനസികമായ വ്യതകളാൽ അല്ലെങ്കിൽ പ്രയാസങ്ങളാൽ ക്ഷീണത്താൽ അവൻ പിന്നെയും ഉറങ്ങുന്നത് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവമേ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചിട്ടും ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചിട്ടും ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിച്ചിട്ടും വീണ്ടും ഉറങ്ങുന്നതായ ഒരു മനോഭാവമല്ലേ നമ്മുടെ ജീവിതത്തിലുള്ളത്. എങ്കിലും ദൈവം വിശ്വസ്തനാകൊണ്ട് നാം അവിശ്വസ്തരായി തീർന്ന സ്ഥാനത്തും അവൻ വിശ്വസ്തനായി പാർക്കുന്നത് കൊണ്ട് നമ്മെ വീണ്ടും തട്ടി വിളിക്കുകയും നമുക്ക് വീണ്ടും ബലം തരികയും നമുക്ക് വീണ്ടും വേണ്ടുന്നതായ അനുഗ്രഹവും തരുന്ന ദൈവമാണ് എന്ന് തിരുവചനത്തിൽ നമുക്ക് ഏലിയാവിനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഹോവയുടെ ദൂതൻ 7-ാം വാക്യത്തിൽ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവന് വീണ്ടും തിന്നുവാനുള്ളത് കൊടുക്കുകയാണ്. അവൻ്റെ ആരോഗ്യത്തിനുള്ളത് ദൈവം കരുതുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷമാണ് നാം ആ എലിയാവിനെ കുറിച്ച് വായിച്ചത്. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു, ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം എലിയാവ് നടന്നു എന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഞാനും നിങ്ങളും പ്രിയ ദൈവമക്കളെ പ്രത്യേകമായ മാനസികമായ വ്യതയുടെയും ക്ഷീണത്തിൻ്റെയും പ്രയാസങ്ങളുടെയൊക്കെ നടുവിലിരിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നതായ അന്നൊന്ന് വേണ്ടുന്നതായ നന്മ തന്ന് അന്നൊന്ന് വേണ്ടുന്നതായ ആരോഗ്യം നിന്ന് ബലം തന്ന് നമ്മെ നടത്തുന്ന ഒരു ദൈവം നമുക്കില്ലേ? അവിടെ ദൈവം എലിയാവിനോട് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. അതെ, നമുക്ക് ഒരു ദൂരയാത്ര ചെയ്യുവാനായിട്ടുണ്ട്. നാം ദൈവം തരുന്ന നന്മയൊക്കെ അനുഭവിച്ച് ഉറങ്ങുന്ന ഒരു മനോഭാവത്തോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ടല്ല, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ. ആ ഉറങ്ങിപ്പോയ എലിയാവിനെ
വീണ്ടും തട്ടി ഉണർത്തി, അവന് വീണ്ടും ആഹാരം നൽകി, അവന് വീണ്ടും ബലം നൽകി. നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്, എഴുന്നേറ്റ്, നീ ഉറങ്ങുവാനുള്ളവനല്ല, നീ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞ് അവനെ തട്ടി എഴുന്നേൽപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ നാളുകൾ നമുക്ക് ഉറങ്ങുവാനുള്ള അല്ല പ്രിയ ദൈവജനമേ, നമുക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട്, നമുക്ക് അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനുണ്ട്, ദൈവസന്നിധിയിൽ നമുക്ക് സമയം ചെലവഴിക്കുവാൻ ആവശ്യമുണ്ട്, ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു പറയുവാൻ ആവശ്യമുണ്ട്. ഞാനും നിങ്ങളും കടന്നു പോകുന്ന പ്രത്യേകമായ സാഹചര്യത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. ദൈവം നമുക്ക് ബലം നൽകുന്ന ദൈവമാണ്. ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും എലിയാവിന് യാത്ര ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവമേ, എനിക്ക് നിങ്ങൾക്കും അന്നന്നതായ നന്മ തന്ന് ഈ പ്രതികൂല സാഹചര്യത്തിന് നടുവിൽ, ഈ പ്രതിസന്ധി വേളയിലും കർത്താവ് നമ്മെ ദൈനംദിനം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനി എങ്ങോട്ടാണ് നടക്കുന്നത്? അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എലിയാവ് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു എന്ന് നാം വായിക്കുകയാണ്. നമുക്കും ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് നടക്കാം, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നടക്കാം. ഒരിക്കൽ അവൻ നമ്മെ ചേർക്കുവാനായിട്ട് വരുന്ന ദൈവമാണ്. അവൻ നമ്മെ ചേർക്കുവാൻ വരും വരെ അവന് വേണ്ടി നമുക്ക് നടക്കാം, അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നടക്കാം, അവൻ്റെ സന്നിധാനത്തിലിരുന്ന് അവൻ്റെ തിരുവചനം നമുക്ക് പഠിക്കാം. ആഹാരത്തിൻ്റെ ബലം കൊണ്ട് ഇന്ന് നമുക്ക് ആത്മീയമായ മന്ന ഭക്ഷിക്കുവാനായിട്ട് അവിടുത്തെ തിരുവചന ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ വചനം ഭക്ഷിച്ചാൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് ബലത്തോടെ നടക്കുവാനായിട്ട്, നമുക്ക് വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ കൊറോണയുടെ സാഹചര്യത്തിലും നമുക്ക് മുന്നോട്ട് ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് ഹോരേബോളം എലിയാവ് നടന്നു എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, നാം പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും. ആ സ്വർഗീയ കനാനിൽ, ആ ദൈവികമായ ആ ഹോരേ പർവ്വതത്തിൽ ആ എലിയാവ് എത്തിച്ചേർന്ന പോലെ, ഇസ്രായേൽ ജനം എത്തിച്ചേർന്ന പോലെ, ആ കാനാൻ ദേശത്ത് എത്തിച്ചേർന്ന പോലെ നമുക്ക് ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് ബലം നൽകും. ഗിദെയോനോടുള്ള ബന്ധത്തിൽ ദൈവം പറയുകയാണ്, ഈ ബലത്തോടെ പോകാം. കർത്താവ് യഹോവയായ ദൈവം ബലം നൽകിയിട്ട് ഈ ബലത്തോടെ പോകാം. നീ ഇസ്രായേലിനെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞ് അവന് ബലം നൽകി അയക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ എലിയാവിന് ബലം നൽകി പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ ദൈവം നടത്തി. അതെ, നമ്മെ ബലം നൽകി നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. 46 സങ്കീർത്തനം 1 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പ്രതികൂല വേളയിൽ നമുക്ക് ഏറ്റവും അടുത്ത തുണയാണ്, നമുക്ക് ബലം നൽകുന്ന, മാനസികമായി ധൈര്യം നൽകുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന, നമുക്ക് ബലം നൽകി ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടക്കുവാനായിട്ട് നമുക്ക് ബലം തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ. ഈ പ്രതിസന്ധികളൊക്കെ മാറും. നമ്മൾ കർത്താവിൻ്റെ പർവ്വതമായ ഹോരേബോളം നടക്കുക. ഒരു വലിയ ദൂരയാത്ര നമുക്ക് ചെയ്യുവാനായിട്ടുണ്ട്. അവൻ്റെ ബലത്തിൽ നമുക്ക് യാത്ര ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.